ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാകറിന് വെങ്കലം. അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ടു പോകാനാകൂവെന്ന് മൻ കി ബാത്തിന്റെ 112ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. രക്ഷാദൌത്യം തുടരണമെന്ന് കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് ഇന്ത്യയുടെ മനു ഭാകർ വെങ്കല മെഡൽ നേടിയത്. 221.7 മനുവിന്റെ സ്കോർ. കൊറിയൻ താരങ്ങൾക്കാണ് ഈ ഇനത്തിൽ സ്വർണവും വെള്ളിയും. മെഡൽ നേട്ടത്തിൽ മനു ഭാകറിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്വന്തം സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ടു പോകാനാകൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 112ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്ര പട്ടികയിൽ അസമിലെ ചരായി ദേവ് മോയ്ദാം ഉൾപ്പെടുത്താൻ പോകുകയാണെന്നും ഇതോടെ ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന രാജ്യത്തിന്റെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രീ മോദി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ വിജയികളായ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് പരിപാടിയിൽ പ്രധാനമന്ത്രി സംവദിച്ചു. രാജ്യത്ത് ഖാദിയുടെ വിൽപ്പന 400% വർദ്ധിച്ചു. ഖാദി വ്യവസായവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളാണെന്നും അതിനാൽ ഈ വളർച്ചയുടെ പ്രയോജനം കൂടുതൽ ലഭിക്കുന്നത് അവർക്കാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കടുവകൾ നമ്മുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഭാരതത്തിൽ അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. जनभागीदारी बाघों के संरक्षण में बहुत काम आ रही है. ऐसे प्रयासों की वजह से ही भारत में बाघों की आबादी हर साल बढ़ रही है. आपको ये जानकर खुशी और गर्व का अनुभव होगा कि दुनिया भर में जितने बाघ हैं, उनमें से 70% बाघ हमारे देश में है. बाघ बढ़ने के साथ साथ हमारे देश में वन क्षेत्र भी तेजी से बढ़ रहा है. ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമീപ വർഷങ്ങളിലെ പോലെ ഈ വർഷവും ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമാകാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ പങ്കുവയ്ക്കാനും ആവശ്യപ്പെട്ടു. സെൻട്രൽ ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ജെഎൻയു ഗവേഷക വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നവീൻ ഡെൽവിനാണ് മരിച്ച മലയാളി. ഗവേഷണത്തോടൊപ്പം സിവിൽ സർവീസ് പരിശീലനവും നടത്തിവരികയായിരുന്നു നവീൻ. തെലങ്കാന, ഉത്തർപ്രദേശ് സ്വദേശികളായ പെൺകുട്ടികളാണ് മരിച്ച മറ്റ് 2 പേർ. സംഭവത്തിൽ കോച്ചിംഗ് സെന്റർ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനിനെ കണ്ടെത്താനുള്ള 13ാം ദിവസത്തെ ശ്രമവും പരാജയപ്പെട്ടു. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയാണെന്ന് കാർവാർ എംഎൽഎ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. 13 ദിവസം നീണ്ടുനിന്ന ശക്തമായ തിരച്ചിലിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ കഴിയാതെയാണ് ദൌത്യസംഘം മടങ്ങുന്നത്. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ തിരച്ചിൽ ദുഷ്കരമാണെന്ന് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മെൽപ്പ പറഞ്ഞു. ഇന്ന് 2 തവണ മെൽപ്പ പുഴയിൽ ഡൈവ് ചെയ്തിരുന്നു. പുഴയ്ക്കടിയിലെ ചളിയും കല്ലും മരവും ദൌത്യത്തിന് വെല്ലുവിളിയായിരുന്നു. പുഴയിൽ കൂറ്റൻ ആൽമരം ഒഴുകിവന്നതും തിരച്ചിലിന് വെല്ലുവിളിയായി. അടുത്ത 21 ദിവസം മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പുഴ ശാന്തമായാൽ മാത്രമേ ദൌത്യം തുടരാൻ സാധിക്കൂ എന്നും കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് റോഡ് മാർഗം യന്ത്രങ്ങൾ എത്തിച്ച ശേഷം വീണ്ടും തിരച്ചിൽ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് കാർവാറിൽ നിർണായക യോഗം ചേരുന്നുണ്ട്. ദൌത്യത്തിന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കും.
അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ പിണറായി വിജയൻ സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയത്. കൂടുതൽ ഊർജിതമായും ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചും തിരച്ചിൽ തുടരണം. ഫലപ്രാപ്തി ഉണ്ടാകുന്നതുവരെ രക്ഷാപ്രവർത്തനം തുടരാൻ നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഷിരൂരിലെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം ദൌർഭാഗ്യകരമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കൂടിയാലോചനയില്ലാതെയാണ് ഈ തീരുമാനമെടുത്തത്. ദൌത്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേർന്ന യോഗത്തിലെടുത്ത 3 തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെ നടക്കും. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 1 ജില്ലാ പഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 169 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ 76 പേർ സ്ത്രീകളാണ്. വോട്ടെടുപ്പിന് 211 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക പ്രഭാഷണവും കഥയരങ്ങും കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സമൂഹമനസ്സിൽ ഇടം നേടിയതിന് ആകാശവാണിയിലെ പരിപാടികളുടെ പേരുകളും വിസ്മയകരമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിപ നിയന്ത്രണങ്ങളിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് വരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഇതുവരെ നിപ രോഗപകർച്ചയുടെ സൂചനകളില്ലെങ്കിലും ജാഗ്രത കൈവെടിയരുതെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന നിപ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ ചെറിയ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ മാത്രമാണ്. ഐസിയുവിൽ ആരും തന്നെ ചികിത്സയിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ വനിതാ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ 64ാം റൌണ്ടിൽ സ്വീഡിഷ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ശ്രീത അകുല അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ അർജുൻ ബബുദ ഫൈനൽ യോഗ്യത നേടി. 7ാമതായി ഫിനിഷ് ചെയ്താണ് അർജുൻ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ 5ാമതായി ഫിനിഷ് ചെയ്ത് ഇന്ത്യയുടെ രമിത ജിൻഡാൽ ഫൈനൽ യോഗ്യത നേടി. പുരുഷ സിംഗിൾസിൽ തുഴച്ചിൽ മത്സരത്തിൽ ബൽരാജ് പൻവാർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്കയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 പന്ത് ബാക്കി നിൽക്കെ 167 റൺ നേടി ലക്ഷ്യം കണ്ടു. ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ശ്രീലങ്കയിലെ പല്ലേക്കല്ലെ സ്റ്റേഡിയത്തിൽ 7 മണിക്കാണ് മത്സരം. മഴവെള്ളം കൂടിയ അളവിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനായി ഹരിത കേരള മിഷന്റെ തെങ്ങിന് തടം മണ്ണിന് ജലം പ്രചരണ പരിപാടിക്ക് അടുത്ത മാസം തുടക്കമാകും. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കൊടിയ വേനലിൽ പോലും തെങ്ങിൻ ചുവട്ടിൽ നനവ് ബാക്കിയാകുന്ന സാഹചര്യം വീണ്ടെടുക്കാനാണ് തെങ്ങിന് തടം മണ്ണിന് ജലം ക്യാമ്പയിൻ നടത്തുന്നത്. ഇളക്കവും ആർദ്രതയുമുള്ള മണ്ണിലേക്ക് വേരുകൾ വേഗത്തിൽ വിരലാഴ്ത്തും. പല കാരണങ്ങളാൽ നിലച്ചുപോയ ഈ രീതി തിരിച്ചുപിടിക്കുക എന്നതും ഹരിത കേരള മിഷന്റെ ലക്ഷ്യമാണ്. നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനതലത്തിൽ ജനകീയ ജലസംരക്ഷണ പരിപാടി ആവിഷ്കരിച്ചത്. വീട്ടുവളപ്പിലെ തെങ്ങുകൾക്ക് തടമെടുക്കുന്നതിനാണ് ക്യാമ്പയിനിൽ ഊന്നൽ നൽകുക. ക്യാമ്പയിന്റെ ഭാഗമായി പ്രദേശത്തെ കർഷക തൊഴിലാളികളെയും കർഷകരെയും ആദരിക്കും. ആദ്യഘട്ടത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ചുരുങ്ങിയത് ഒരു വാർഡിൽ ക്യാമ്പയിൻ ഏറ്റെടുക്കും. ജലക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടാറുള്ള വാർഡിനാണ് മുൻഗണന നൽകുക. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിന്റെയും ORS ദിനാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ ഓൺലൈനായി നിർവഹിക്കും. വയറിളക്കത്തെ തുടർന്നുള്ള നിർജ്ജലീകരണം മൂലമുള്ള മരണങ്ങൾ തടയുന്നതിനും രോഗനിയന്ത്രണത്തിനുമാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാകറിന് വെങ്കലം. അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ടു പോകാനാകൂവെന്ന് മൻ കി ബാത്തിന്റെ 112ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. രക്ഷാദൌത്യം തുടരണമെന്ന് കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി